പത്തനംതിട്ട തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കടത്തിക്കൊണ്ടു പോകാൻ ശ്രമം. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. ആഞ്ഞിലത്താനം വീട്ടിൽ ജെബിനാണ് അറസ്റ്റിലായത്. ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വായിച്ചിരുന്നത്. ശ്രീജിത്ത്, ഈ ജെബിൻ കടത്തിക്കൊണ്ടു പോകാൻ നോക്കിയത് KSRTC ബസ്സാണോ? അതെ ഹാഷ്മി, KSRTC ബസ്സാണ് ഇയാൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ആഞ്ഞിലത്താനം അതൊരു വീടല്ല, അതിൽ ചെറിയൊരു പിശകുണ്ട്. അതൊരു നാടാണ്, ഒരു നാട്ടിൻ്റെ പേരാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒരു ബാറിൽ ചെന്ന് കാര്യമായ രീതിയിൽ മദ്യപിച്ചു. 1-2 പെഗ് കൂടിപ്പോയെന്ന് തോന്നുന്നു. പുള്ളിക്ക് KSRTC ബസ് ഓടിക്കാൻ ഒരു മോഹം തോന്നി. അങ്ങനെ നിർത്തിയിട്ട്, ഈ KSRTC വേണാട് ബസ്സാണ്, തിരുവല്ല മല്ലപ്പള്ളി റൂട്ടിലോടുന്ന ബസ്സാണ്. നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് സ്വാഭാവികമായി അത്തരത്തിൽ KSRTC ബസ് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം. ഈ വണ്ടിയിൽ കയറി ഏതാണ്ട് കുറച്ച് മുൻപ് വശത്തേക്ക് എടുത്തു. അപ്പോൾ എന്തോ ഒരു അപാകത തോന്നി. KSRTC ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഓടി ഇറങ്ങുകയായിരുന്നു. പിന്നീട് കോളറിനൊക്കെ കുത്തിപ്പിടിച്ച് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്തായാലും ഒരു അസ്വാഭാവികത തോന്നി. അപ്പോൾ തന്നെ പിടിച്ച് ഇറക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ KSRTC ബസ് ഓടിച്ചുകൊണ്ട് പുറത്തു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ല അപകടവും ഉണ്ടായേനെ എന്നാണ് പറയുന്നത്. പക്ഷേ പ്രൊഫഷണലായി ഓടിക്കുന്ന ആളുകൾ ഓടിക്കുന്നതിനേക്കാൾ വളരെ വൃത്തിയായി തന്നെ ഈ മദ്യപിച്ച ആൾ ഓടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അതായത് ബസ് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്നാണ് തിരുവല്ല പോലീസ്. ജസ്റ്റ് ഒന്ന് KSRTC ബസ് ഓടിച്ചു നോക്കാനുള്ള ആഗ്രഹമാണോ അതോ അടിച്ചോണ്ട് പോകാൻ നോക്കിയാണോ? ആഷ്മി, അക്കാര്യം പറയാൻ കഴിയില്ല. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വ്യക്തമാണ്. ആള് നല്ല അൺഫിറ്റാണ്. ബാറിൽ നിന്ന് വെള്ളം അടിച്ച് ആണ് പുള്ളി വന്നിരിക്കുന്നത്. സ്വാഭാവികമായി പുള്ളിക്ക് തോന്നിയതാകാം ഒരുപക്ഷെ. അല്ലെങ്കിൽ KSRTC ബസ്സാണ്, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് ലാഭത്തിലൊക്കെ അവിടെയൊക്കെ ഓടിക്കാമെന്നൊക്കെ പുള്ളി കരുതിയിട്ടുണ്ടാകുമോ എന്നൊന്നും അറിയില്ല. എന്നാലും പോലീസ് കേസെടുത്തിരിക്കുന്നത്, KSRTC ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബസ് കടത്തി കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന കാരണത്താൽ തന്നെയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്നും പേടിക്കണം, ഞാൻ ഓടിച്ചോളാം എന്നൊക്കെ പുള്ളി പറയുന്നു, ഡയലോഗ് അടിക്കുന്നു തോന്നുന്നു ഇറങ്ങാൻ പറയുമ്പോൾ. അതെ, ഒന്നും പേടിക്കണ്ട, ഞാൻ വണ്ടി ഓടിച്ചോളാം എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഡ്രൈവറും കണ്ടക്ടറും വിട്ടില്ല. കോളറിനെ കുത്തിപ്പിടിച്ച് ആളെ വിളിച്ച് പുറത്തിറക്കുകയാണ് ചെയ്തത്. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നാണ് പറയുന്നത്. കാരണം KSRTC ബസ്സൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ട് പോയി തിരുവല്ല പോലൊരു നഗരത്തിലേക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതും ഇങ്ങനെ അൺഫിറ്റായ ഒരാൾ ഓടിച്ചുകൊണ്ടുപോയുള്ള ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. എന്തായാലും പെട്ടെന്ന് തന്നെ കണ്ടത് നന്നായി. നമ്മൾ കോന്നിയിൽ കണ്ടു. കോന്നിയിൽ ഒരു ബസ് നിർത്തിയിട്ടിരുന്ന ബസ് പുറത്തേക്ക് ഇറങ്ങി, വാളില്ലാത്ത ബസ് ഒക്കെ ഇറങ്ങി വന്ന് റോഡിലേക്ക് ഇടിച്ച് കയറുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇതിപ്പോൾ ആളുണ്ട്, ആള് നല്ല ഫിറ്റാണ് അല്ലെങ്കിൽ അൺഫിറ്റ് ആണെന്നൊക്കെ പറയാം. സ്വാഭാവികമായിട്ട് രക്ഷപ്പെട്ടു. ആളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കെട്ടെല്ലാം ഇറങ്ങിയപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ല CI സുജിത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം. എന്തായാലും പുള്ളി പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം CIയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസാരിച്ച് നമുക്ക് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഓടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓടിക്കാൻ KSRTC ജീവനക്കാർ സമ്മതിച്ചില്ല. പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാഷ്മി.